നമസ്കാരം. സ്വന്തം രാജ്യത്ത് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ട്രംപ് മറ്റു രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്കായി നെട്ടോട്ടമോടുകയാണ്. അമേരിക്ക പ്രളയത്തിൽ മുങ്ങിപ്പോയാലും ഒരു കുഴപ്പമില്ല എന്ന മട്ടാണ് ട്രംപിനിപ്പോ. ഇപ്പോഴും റഷ്യ യുക്രൈൻ പ്രശ്നങ്ങളിൽ വലിഞ്ഞു കയറി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ യുക്രൈനിൽ ഒരു യൂറോപ്യൻ യൂണിയൻ സമാധാന സേനയെ സ്വാഗതം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. അമേരിക്ക അതിനെ ഒട്ടും എതിർക്കില്ലെന്നും ഒരു തരത്തിലുള്ള സമാധാന പരിപാലന ക്രമീകരണത്തിലും അമേരിക്കൻ സൈനികർ ഇടപെടില്ലെന്നും ട്രംപ് എടുത്തു പറഞ്ഞിരുന്നു. കൂടാതെ യുക്രൈൻ സംഘർഷത്തിന് ശാശ്വതവും സുസ്ഥിരവുമായ പരിഹാരം കണ്ടെത്തുന്നതിന് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ അമേരിക്കയും സഖ്യകക്ഷികളും പരിഹരിക്കേണ്ടി വരുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുറന്നു പറഞ്ഞിരുന്നു. ശത്രുത അവസാനിപ്പിച്ചതിനു ശേഷം റഷ്യയുമായി സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. റിയാദിൽ റഷ്യൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരോടൊപ്പം റൂബിയോ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞത്. റഷ്യയെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, പ്രസിഡന്റിന്റെ വിദേശകാര്യ നയ സഹായി യൂറി ഉഷാക്കോവ്, റഷ്യൻ ഡയറക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സിഇഒ കിറിൽ ദിമിട്രിവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാധാന പ്രക്രിയ നടപ്പിലാക്കാൻ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധത്തിൽ ഏർപ്പെടുത്തുന്ന ഇളവ് സഹായിക്കുമെന്ന് റൂബിയോ പറഞ്ഞിരുന്നു. സംഘർഷം അവസാനിപ്പിക്കുമെങ്കിൽ എല്ലാ കക്ഷികളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ടെന്നും സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരുന്നു. സാധ്യമായ ഇളവുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഈ വിഷയം റഷ്യൻ പക്ഷവുമായി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയിൽ യൂറോപ്പിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളെയും ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് അമേരിക്ക ഉന്നത നയതന്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം എല്ലാ കക്ഷികൾക്കും ന്യായവും സുസ്ഥിരവും സ്വീകാര്യവുമായ രീതിയിൽ സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യമെന്നും യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ സാമ്പത്തിക സഹകരണത്തിന് അഭൂതപൂർവമായ ചില അവസരങ്ങൾ തുറക്കുമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തിരുന്നു. യുക്രൈൻ സംഘർഷത്തിന്റെ എത്രയും പെട്ടെന്ന് അവസാനമായാൽ ലോകത്തിന് നല്ലതായിരിക്കുമെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ റഷ്യ അമേരിക്ക ബന്ധം മെച്ചപ്പെടുത്തുമെന്നും പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലും റഷ്യക്കാരുമായി ഭൗമരാഷ്ട്രീയമായി പങ്കാളികളാകാൻ മികച്ച അവസരങ്ങൾ ഉണ്ടാകുമെന്നും റൂബിയോ ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നയം മൂലം അമേരിക്കൻ കമ്പനികൾക്ക് റഷ്യൻ വിപണി വിടുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം $300 ബില്യൺ നഷ്ടമുള്ളതായും RDIF ഡാറ്റ പറയുന്നുണ്ട്. അതിനിടയിൽ റഷ്യയും യുക്രൈനും തമ്മിൽ സമഗ്രമായ സമാധാന കരാറിൽ എത്തുന്നതുവരെ യുക്രൈൻ റഷ്യയുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കരുതെന്ന് യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. നിരുപാധികമായി വെടിനിർത്തൽ അപകടകരമാണെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കണക്കാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാരീസിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിൽ നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ ഈ നിലപാടിനോട് യോജിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ട്രംപിന്റെ ഏകപക്ഷീയമായ സമാധാന സംരംഭങ്ങളെ എതിർത്തിട്ടില്ല. പാരീസ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നവരെ യുദ്ധകൊതിയന്മാർ എന്ന് ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാർട്ടോ വിളിച്ചിരുന്നു. അതേസമയം റിയാദിൽ നടന്ന അമേരിക്ക റഷ്യ ചർച്ചകൾ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഉയർന്ന വിമർശനവും അമേരിക്കയും റഷ്യയും തമ്മിൽ ഒന്നിക്കുന്നതിന്റെ പരിഭ്രാന്തിയാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഗാവരോവ പറഞ്ഞിരുന്നത്. അത്തരത്തിലൊരു ട്വിസ്റ്റ് സംഭവിച്ചാൽ അത് യൂറോപ്യൻ യൂണിയൻ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്നതിൽ സംശയമില്ല.